നമ്മുടെ SSLC ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ക്രൊമാറ്റിഡും എലീലും തമ്മിൽ സെയിം ആണോ, അല്ലെങ്കിൽ ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്നതും എലീലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ക്രോമസോം എങ്കിൽ, അല്ലെങ്കിൽ ഇത് ഡബിൾ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയാം. ആൻഡ് ഈ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെയാണ് ക്രൊമാറ്റിഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് എലീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ എലീൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ നമ്മൾ ഒരു എലീൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതാ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എലീൽസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ജീൻസ് ആണ് അല്ലേ. എലീൽസ് എന്ന് പറഞ്ഞാൽ ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ജീൻസ് ഒക്കെ എവിടെയാണ് കാണുന്നത്? ജീൻസ് ഒക്കെ കാണുന്നത് നമ്മുടെ ക്രോമസോമിൻ്റെ അകത്തുള്ള DNA-യുടെ അകത്താണ്, DNA-യുടെ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു എന്ന് എഴുതാം. ഇതിപ്പോൾ ക്യാപിറ്റൽ ടി ആകാം, അല്ലെങ്കിൽ ഇതെന്താകാം, അല്ലെങ്കിൽ ഇതെന്താകാം, സ്മോൾ ടി ആകാം. ഓക്കെ, അപ്പം ഈ ഒരു വരയിട്ട് കാണിക്കുന്നത് ആക്ച്വലി ജീനിനെ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതും ക്രൊമാറ്റിഡും സെയിം അല്ല. ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിൻ്റെ ആ ഭാഗത്തിനെ, ഇങ്ങനെയുള്ള ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത്. ആ ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൈയില്ലേ, നമ്മുടെ കൈ പോലെയുള്ളൊരു ഭാഗമാണ് ക്രൊമാറ്റിഡ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഒരു ജീൻ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്.